കൊല്ലം പള്ളിക്കലിൽ സർപ്പക്കാവിൽ ആക്രമണം നടത്തിയ ആൾ പിടിയിൽ. പള്ളിക്കൽ സ്വദേശി ബി രഘുവാണ് പിടിയിലായത്. ഡിസംബർ 21 രാത്രിയിലാണ് ആക്രമണം നടത്തിയത്. CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. നമ്മുടെ പള്ളിക്കൽ ഏലപ്പുറം സർപ്പക്കാവിൽ കഴിഞ്ഞ 22/12 രാത്രി സാമൂഹ്യ വിരുദ്ധർ കയറി അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട്. രഘു എന്നാണ് പേര്. അപ്പം അതിനടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അത് പുള്ളി ആദ്യം മതിൽ ഏരിയയിൽ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഇവർ കമ്മിറ്റിക്കാരുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഈ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ പുള്ളി ഇതിനകത്ത് പ്രതി എന്ന് പറയുന്ന ആളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പുള്ളി ചെയ്യേണ്ട സാഹചര്യം അതാണ്. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, ഈ കേസിനെ പറ്റി പോലീസ് ശരിക്കും എന്താണ് പറയുന്നത്? ഡിസംബർ 21 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൊട്ടാരക്കര പള്ളിക്കലിലാണ് ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സർപ്പക്കാവായിരുന്നു. അവിടെ ആളുകളെ, അതായത് വിശ്വാസികളെ വളരെയധികം വിശ്വാസികൾ പരാതിപ്പെടുകയൊക്കെ ചെയ്ത ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ആ സംഭവത്തിന്റെ കെട്ടഴിച്ചിരിക്കുന്നത്. അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ രഘു എന്ന് പറയുന്ന പ്രതിയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇയാൾ കമ്മിറ്റിയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പുറത്തായപ്പോൾ ഉണ്ടായ ഒരു വൈരാഗ്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ശിവവിഗ്രഹം കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. സർപ്പക്കാവിലെ നാഗരാജാവിന്റെ നാഗേക്ഷിയുടെ വിഗ്രഹങ്ങൾ പിടിതെറിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ രഘു എന്ന് പറയുന്നയാളുടെ ഭാര്യ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കലയപുരം ഡിവിഷനിൽ നിന്നും കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. രാധാമണി എന്ന് പറയുന്നതാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവാണ് ഈ രഘു എന്ന് പറയുന്നത്. അയാളാണ് ഇത് ചെയ്തിരുന്നത്. നേരത്തെ ഇത് ഈ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് സംശയം തോന്നി. സമീപത്തുണ്ടായിരുന്ന വീടുകളിലെ എല്ലാം തന്നെ, അതായത് സമീപ പ്രദേശത്തിലെ എല്ലാം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാര്യം എന്തായാലും വ്യക്തമായിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര SHO ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.